ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ആലിയ പെട്ടെന്ന് മത്സ്യകന്യകയായി മാറാൻ ശ്രമിച്ചു. അന്നേരമാണ് ദീപക് അവിടെ നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്ന് മനസ്സിൽ ആലിയ പറഞ്ഞു, എടി വൃന്ദേ, നിന്നെ ഞാൻ കണ്ട അന്ന് മുതൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ സകല പ്ലാനും നീയാ പൊളിച്ചത്. നാളെ ഞാൻ രുദ്രമാണിക്യം ഒന്ന് സംരക്ഷിച്ചോട്ടെ, അതിനുശേഷം നിന്റെ അന്ത്യമാണ്. വൃന്ദ നേരെ ബെഡ്റൂമിലേക്ക് പോയപ്പോൾ ദീപക് അവിടെ ഉണ്ടായിരുന്നു. വൃന്ദ, ഇപ്പോൾ നീ ഓക്കെ ആയില്ലേ? അമ്മ ഒരു പാവോ. തുടക്കത്തിലൊരു ദേഷ്യം, അത്രയേ ഉള്ളൂ. അതെ ദീപ്, എനിക്ക് മനസ്സിലായി. ശേഷം വൃന്ദ അവളുടെ മുടി ഒന്ന് അഴിച്ചിട്ടു. മുടികളിൽ നിന്നും പെട്ടെന്ന് ഒളിഞ്ഞുകിടന്ന ഷാമ്പുവിന്റെ മണം ദീപകിന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. പെട്ടെന്ന് സ്വപ്ന അങ്ങോട്ട് വന്ന് വാതിലിൽ തട്ടി. ദീപക് വാതിൽ തുറന്നതും സ്വപ്ന പറഞ്ഞു, ഐ ആം സോറി മോനെ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് വൃന്ദയ്ക്ക് ഇത് കൊടുക്കാനാണ്. നാളെ നമ്മുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട പൂജയുണ്ട്. ഈ സാരി ഉടുത്തു വേണം വൃന്ദ നീ അതിലുണ്ടാവാൻ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടാവുന്ന പൂജയാണ്. ഒരിക്കലും എൻ്റെ ദീപുവിൻ്റെ പെണ്ണിൻ്റെ മാറ്റ് ഒട്ടും കുറയരുത്. ഇത്രയും പറഞ്ഞ് സ്വപ്ന റൂമിൽ നിന്നും നേരെ പോയത് ഗോകുല അച്ചമ്മയുടെ മുറിയിലേക്കായിരുന്നു. അമ്മേ, എനിക്ക് ആ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടുകൂടെങ്കിലും ഞാൻ അമ്മ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇത്രയും വയസ്സായിട്ടും നിനക്കതൊക്കെ പറഞ്ഞു തരേണ്ടി വരുന്നത് എൻ്റെ ഗതികേട്. നിനക്ക് അവളെ മരുമകളായി കാണാൻ പറ്റില്ലെങ്കിൽ നിന്നെ കൊണ്ട് അങ്ങനെ അവളെ സ്നേഹിപ്പിക്കാൻ എനിക്കറിയാം. നിന്റെ കണ്ണ് ഈ സ്വത്തിലാണല്ലോ. മറക്കണ്ട, എല്ലാം എൻ്റെ കയ്യിൽ തന്നെയാ. ഒന്നും നിന്റെ കെട്ടിയോനോ നിനക്കോ എഴുതി തരുമെന്ന് കരുതണ്ട. കൂടുതൽ വേഷം കെട്ടെടുത്താൽ ഞാനെല്ലാം വൃന്ദയുടെ പേരിൽ എഴുതി വെക്കും. പൊയ്ക്കോ. സ്വപ്ന റൂമിൽ നിന്നും പോയി. നടക്കുന്ന വഴി സ്വപ്ന മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഗതികേട് അല്ലാതെ എന്ത്. അന്നത്തെ ദിവസം അസ്തമിച്ചു. പിറ്റേന്ന് നേരം വെളുത്തതും വൃന്ദ കുളിച്ചൊരുങ്ങി ഇന്നലെ രാത്രി സ്വപ്ന കൊടുത്ത സാരിയും എടുത്ത് നേരെ സിന്ദൂരമിടാനായി കണ്ണാടിക്ക് മുന്നിൽ വന്ന് സിന്ദൂര ചെപ്പുമായി നിന്നു. ആ കണ്ണാടിയിൽ നോക്കി വൃന്ദ സ്വയം പറഞ്ഞു, ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി വീണ ശേഷമുള്ള ആദ്യത്തെ 7 ദിവസങ്ങളിൽ അവളുടെ നെറ്റിമേൽ സിന്ദൂരം വെക്കേണ്ടത് അവളുടെ പതിയാണ്. പക്ഷെ എൻ്റെ അവസ്ഥ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു വിധി. വൃന്ദ ഇത്രയും പറഞ്ഞത് ആ മുറിയിലേക്ക് കയറാനായി വന്ന ദീപക് പതിഞ്ഞ സ്വരത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന് ദീപക് അകത്തേക്ക് വന്നതും വൃന്ദ പെട്ടെന്ന് ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. വെള്ള കുർത്തയും പൈജാമയും ഇട്ട് നിൽക്കുന്ന ദീപകിനെ വൃന്ദ ഒരു നിമിഷം അടിമുടി നോക്കി. എന്തോ ആ വേഷം അവളുടെ കണ്ണുകളിൽ ഉടക്കി. ശേഷം വൃന്ദ സ്വയം കണ്ണാടിക്ക് മുന്നിലേക്ക് തിരിഞ്ഞ് ഒരിറ്റ് സിന്ദൂരമെടുത്ത് നെറ്റിമേൽ തൊടാനായി തുടങ്ങി. കുറി നേരെ തൊടാനായി കണ്ണാടിയിലേക്ക് നോക്കിയതും തൻ്റെ തൊട്ടു പിന്നിൽ ദീപക് നിൽക്കുന്നത് വൃന്ദ കണ്ടു. അവൾ ആകെ ഞെട്ടിപ്പോയി. അന്നേരം അനുവാദം ചോദിക്കാതെ തന്നെ വൃന്ദയുടെ കയ്യിലുണ്ടായിരുന്ന സിന്ദൂരച്ചെപ്പ് വാങ്ങി ദീപക് അതിൽ നിന്നും ഒരിറ്റ് കുങ്കുമമെടുത്ത് വൃന്ദയുടെ സീമന്തരേഖയിൽ ചാർത്തി. വൃന്ദ അന്നേരം ആകെ നിശ്ചലയായിരുന്നു. ഒന്നും പറയാനോ എതിർക്കാനോ കഴിയാതെ അവളും ഒരു നിമിഷം ദീപക്കിൽ നിന്നും അത് ആഗ്രഹിച്ചതുപോലെ മിണ്ടാതെ നിന്നു. അവളുടെ കയ്യിലെടുത്തിരുന്ന ഒരിറ്റ് കുങ്കുമം പെട്ടെന്ന് അവൾ അറിയാതെ തന്നെ നിലത്തേക്ക് വീണു. വൃന്ദ, നമുക്കിനിയും ഒന്നിച്ചു പോകാൻ ഒത്തിരി സമയം വേണ്ടി വന്നേക്കാം. ദേ നോക്ക്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അറിവില്ലാത്ത പ്രായത്തിൽ പണ്ട് 4ലോ 5ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പൂമാല ഉണ്ടാക്കി കല്യാണം കഴിച്ചതും സ്കെച്ച് പേനയിലെ മഷിയെടുത്ത് നെറ്റിയിലിട്ട് തന്നതുമൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ഒരുപക്ഷെ മഹാദേവനും അതായിരിക്കും അംഗീകരിച്ച ബന്ധം. വൃന്ദ, നീ നല്ലവളാ. നീ ഇന്നലെ നിന്റെ അമ്മയോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. എത്ര സമയം വേണമെങ്കിലും എടുത്തോ നീ. ഇന്നലെ നിന്റെ അമ്മയോട് നീ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ കൂടുതലായി വൃന്ദ എന്തെന്ന് മനസ്സിലാക്കുകയായിരുന്നു. നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ ഞാൻ ഒരിക്കലും ദുഃഖിതനല്ല. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്വപ്നം കണ്ട് വിവാഹം കഴിക്കാനിരുന്ന ആളുമല്ല. അതുകൊണ്ട്
എനിക്ക് നിന്നോട് ഒരംശം പോലും ദേഷ്യമോ വെറുപ്പോ ഇല്ല വൃന്ദ. പക്ഷെ നിനക്കങ്ങനെയല്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിനക്ക് അതെല്ലാം മറക്കാനും പുതിയ ജീവിതത്തിലേക്ക് വരാനും കഴിയുമോ എന്ന് എനിക്കറിയില്ല. നിനക്ക് കഴിയില്ലെങ്കിൽ നീ ഒന്ന് പറഞ്ഞാൽ മതി വൃന്ദ. ഇങ്ങനെ നീ വിഷമിച്ച മുഖത്തോടെ നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഇത്രയും പറഞ്ഞ് ദീപക് അവന്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് റൂമിൽ നിന്നും പോകാനിറങ്ങവേ വൃന്ദ പെട്ടെന്ന് ദീപകിന്റെ കയ്യിലേക്ക് പിടിച്ചു. സ്വബോധം മറന്നവളെ പോലെ വൃന്ദ പെട്ടെന്ന് ദീപകിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ദീപകിനെ കെട്ടിപ്പിടിച്ച് വൃന്ദ കരയുന്ന നേരം അവൾ അറിയാതെ രഞ്ജിത്ത് അവളുടെ കയ്യിൽ അണിയിച്ചിരുന്ന ആ വിവാഹമോതിരം താഴേക്ക് വീണിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദിയയും മോക്ഷം വന്നു. മോക്ഷൊന്ന് ചുമച്ചതും ഇരുവരും അടർന്നു മാറി. ഐ ആം സോറി ദീപ് എന്ന് പറഞ്ഞ് വൃന്ദ താഴത്തെ നിലയിലേക്ക് പോയി. അന്നേരം ദിയ വൃന്ദയോടൊപ്പം താഴേക്ക് പോയി. ചേച്ചി, എല്ലാം ശരിയാവും. ചേച്ചിക്ക് എന്തുകൊണ്ടും യോജിച്ച ആളാണ് ദീപു ചേട്ടനെന്ന് എന്തെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും. വൃന്ദ ഒന്ന് പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ട് പോയി. പെട്ടെന്ന് വൃന്ദയുടെ കൈകളിലേക്ക് മെഹക് പിടിച്ചു. വൃന്ദ, ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. എന്താ നിഹാരിക, ഞാൻ ഇന്നലെ പറഞ്ഞത് നീ മറന്നോ? ഈ മനുഷ്യരുടെ ലോകത്ത് നീ എല്ലാം മറന്നവളെ പോലെ ജീവിക്കുന്നു. മറക്കരുത്, നമ്മൾ മത്സ്യകന്യകമാരാ. നീ ആ മത്സ്യങ്ങളുടെ രാജകുമാരിയും. നീ ഇന്ന് രുദ്രമാണിക്യത്തിനെ സംരക്ഷിക്കാൻ പോകേണ്ടവളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് പിന്നെ നിഹാരിക, എനിക്ക് പേടിയാവുന്നു. ഒന്നുകൊണ്ട് നീ പേടിക്കരുത്. നീ ഇന്ന് രുദ്രമാണിക്യത്തിനെ സംരക്ഷിച്ചാൽ നിന്റെ ജന്മരഹസ്യമാണ് നിനക്ക് മുന്നിൽ തെളിയുന്നത്. നീ പോയി വരും വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. വേഗം പോവും. ഇത്രയും പറഞ്ഞ് മെഹക് വൃന്ദയുടെ കയ്യിൽ ഒരു പുസ്തകത്തിൽ നിന്നും കീറിയ ഒരു പേജ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിനക്ക് അങ്ങോട്ടുള്ള വഴിയാണ്. പകുതി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി നീ കണ്ടെത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് മെഹക് വൃന്ദയുടെ രൂപത്തിലേക്ക് മാറി. ശേഷം പൂജയിലേക്ക് പോയി. വൃന്ദ അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിലേക്കും പോയി. നിഹാരിക തന്ന ഈ പേജ് ഇതെന്താ? അത് തുറന്നു നോക്കിയ വൃന്ദയ്ക്ക് അശ്വഹംസ കടപ്പുറത്ത് നിന്നും നീന്തിപ്പോയാലാണ് വിശ്വാദ്വീപ് എത്തുകയെന്ന് മനസ്സിലായി. പക്ഷേ അതിനു മുൻപുള്ള വഴി വൃന്ദയ്ക്ക് അറിയില്ല. എങ്ങനെ ഞാൻ അശ്വഹംസ കടപ്പുറത്തെത്തും? വഴി കാട്ടിത്തരൂ മഹാദേവ. വൃന്ദ ഇത്രയും പറഞ്ഞ് മഹാദേവനോട് വഴി ചോദിക്കവേ അവൾക്ക് മുന്നിൽ വഴി തെളിഞ്ഞു. കണ്ണുകൾ അടച്ച വൃന്ദയ്ക്ക് എങ്ങനെയാണ് അശ്വഹംസ കടപ്പുറം വരെ പോകേണ്ടതെന്ന വഴി മനസ്സിലായി. ക്ഷേത്രത്തിന്റെ പുറകിലുള്ള പുഴയിലൂടെ നീന്തിയാൽ എത്തുന്ന മറ്റൊരു തീരമാണ് അശ്വഹംസ കടപ്പുറം. വൃന്ദ അതിൽ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന്റെ പുറകിലെ പുഴയിലേക്ക് ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ട് എടുത്തു ചാടി. മനസ്സിൽ കണ്ട വഴിയെ അവൾ തനിയെ നീന്തി. വൃന്ദ നീന്തിപ്പോയി 10 മിനിറ്റ് കഴിഞ്ഞതും ആലിയയും മാതുലികയും ക്ഷേത്രത്തിലെത്തിയിരുന്നു. മോളെ ആലിയ, ഞാൻ നിനക്ക് തന്ന ഈ പേജിലെ ചിത്രങ്ങൾ നിനക്കെവിടെ നിന്നും അശ്വഹംസ കടപ്പുറം വരെ പോകാനുള്ള വഴിയാണ്. പിന്നീടുള്ള വഴി നീയാണ് കണ്ടെത്തേണ്ടത്. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അതിനുശേഷമുള്ള വഴി? അമ്മ ഒന്ന് പറഞ്ഞു തരാൻ നോക്ക്. ഇല്ല മോളെ, എൻ്റെ ഓർമ്മകളിൽ ആ വഴി എനിക്ക് തെളിയുന്നില്ല. ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എനിക്ക്. മോളെ, മറക്കണ്ട, രുദ്രമാണിക്യവും സംരക്ഷിക്കണം. ഒപ്പം നിഷികന്ധയെയും കൂട്ടിയിട്ടായിരിക്കണം നീ തിരികെ വരേണ്ടത്. ആലിയയും വൃന്ദ പോയ അതേ പാത പിന്തുടർന്നു. നിന്റെ ഒപ്പം മഹാദേവൻ ഉണ്ടാവും. വൃന്ദ ഇതേ സമയം അശ്വഹംസ കടപ്പുറത്തെത്തി. ഇനിയുള്ള പാത ഈ പേപ്പറിലുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തണം. എന്താണ് 25 വർഷം മുൻപ് നടന്നതെന്ന് അറിയണം. അതിന് എനിക്ക് രുദ്രമാണിക്യം സംരക്ഷിക്കണം. വൃന്ദ ബാക്കി പാത പേപ്പറിൽ നോക്കി മനസ്സിലാക്കി ആ പേപ്പർ അശ്വഹംസ കടപ്പുറത്ത് ഇട്ടിട്ട് താഴെ നേരെ വീണ്ടും കടലിലേക്ക് എടുത്തു ചാടി. അല്പസമയത്തിനകം വൃന്ദ വിശ്വാദ്വീപിലെത്തി. വൃന്ദ വിശ്വാദ്വീപിലെത്തിയതും അവിടെ ഒന്നടങ്കം പ്രകൃതിക്ഷോഭം കൊണ്ട് നിറഞ്ഞു. കടൽ തിരമാലകൾ ആഞ്ഞടിച്ചു. ആകാശത്തു നിന്നും മഴ പെയ്യാനായി തുടങ്ങി. ഇടിവെട്ടുകൊണ്ട് ആകെ കടൽ ഇളകി മറിഞ്ഞു. മത്സ്യലോകത്തിന്റെ രാജകുമാരി എത്തിയതെറിഞ്ഞ മത്സ്യലോകം ഒന്നടങ്കം ആകാംക്ഷയോടെ അവളുടെ മുഖം കാണാനായി വിശ്വാദ്വീപിലേക്ക് ഓടി. ഇതേസമയം അശ്വഹംസ കടൽ തീരത്തെത്തിയ ആര്യയ്ക്ക് വൃന്ദ അവിടെ ഇട്ടിട്ട് പോയ പേപ്പർ കിട്ടിയതും വിശ്വാദ്വീപിലേക്കുള്ള വഴി അവൾക്ക് മനസ്സിലായി.
വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ ആലിയ പോകുന്ന വഴികളിൽ അവളെ കാത്ത് ദുഷ്ടമത്സ്യങ്ങളും നാഗങ്ങളും ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയായി. ആലിയയെ ദുഷ്ടനാഗങ്ങൾ വളഞ്ഞു. ആലിയയ്ക്ക് വിശ്വാദ്വീപിലേക്ക് എത്താൻ കഴിയാതെ അവളെ തടുത്തു. ഇതേ സമയം വൃദ്ധയെ കണ്ട് മത്സ്യലോകം ഒന്നടങ്കം സന്തോഷിച്ചു. മത്സ്യലോകത്തിലെ റാണിയെന്ന ഷീലയും ആനന്ദവല്ലിയും മോഹനവല്ലിയും ഓടിപ്പോയി വൃന്ദയെ കെട്ടിപ്പിടിച്ചു. മോളെ. വൃന്ദ ആകെ ഞെട്ടിത്തരിച്ചിരുന്നു. തന്റെ മുന്നിൽ നൂറുകണക്കിന് ഇച്ഛാധാരി മത്സ്യങ്ങൾ. മോളെ, മധുമോൾക്ക് സുഖമാണോ? നിങ്ങൾ നിങ്ങളുടെ പ്രതികാരം വീട്ടിയോ മോളെ? വൃന്ദ അന്നേരം ചോദിച്ചു. മധു? അതാരാ? നിങ്ങളൊക്കെ എൻ്റെ ആരാ? എൻ്റെ യഥാർത്ഥ അമ്മ എവിടെയാ? അത് കേട്ട് ഷീലയും ആനന്ദവല്ലിയും മോഹനവല്ലിയും ആകെ ഞെട്ടിപ്പോയിരുന്നു. എന്താ മോളി പറയുന്നത്? അപ്പോ നീ മധുമോളുടെ അടുത്ത് നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് നക്ഷത്രങ്ങൾ മഴയായി പെയ്തു തുടങ്ങി. രുദ്രമാണിക്യം സ്വയം പ്രകാശിക്കാൻ തുടങ്ങി. നിശി ചേച്ചി, വൃന്ദ, നീ മത്സ്യകന്യകയോ? ആലിയ, നീയും?